ചോദ്യം: നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് മദീനയിലെ കപടവിശ്വാസികളുടെ ഏറ്റവും വലിയ നേതാവ്? ഉത്തരം: അബ്ദുല്ലാഹിബ്നു ഉബയ്യ് സലൂൽ. ചരിത്രത്തിൽ ഇയാൾ റഈസുൽ മുനാഫിഖീൻ, കപടന്മാരുടെ തലവൻ എന്നാണ് അറിയപ്പെടുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് ഹിജ്റ വരുന്നതിന് തൊട്ടുമുമ്പ് മദീനയിലെ ഔസ് ഖസ്റജ് ഗോത്രങ്ങൾ ഒന്നിച്ച് അബ്ദുല്ലാഹിബ്നു ഉബയ്യിനെ തങ്ങളുടെ രാജാവായി കിരീടധാരണം നടത്താൻ തീരുമാനിച്ചിരിക്കുകയായിരുന്നു. എന്നാൽ പ്രവാചകന്റെ വരവോടെ മദീനക്കാർ ഇസ്ലാമിലേക്ക് ആകർഷിക്കപ്പെടുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തങ്ങളുടെ നേതാവായി അംഗീകരിക്കുകയും ചെയ്തു. ഇതോടെ തനിക്ക് നഷ്ടപ്പെട്ട രാജപദവിയോടുള്ള കടുത്ത അസൂയയും വിദ്വേഷവുമാണ് ഇയാളെ ഒരു കപടവിശ്വാസിയാക്കി മാറ്റിയത്. പുറമെ മുസ്ലിമായി നടിക്കുകയും ഉള്ളിൽ ഇസ്ലാമിനെ തകർക്കാൻ ശ്രമിക്കുകയുമായിരുന്നു ഇയാളുടെ രീതി. ഉഹദ് യുദ്ധത്തിനായി പുറപ്പെട്ട 1000 പേരടങ്ങുന്ന മുസ്ലിം സൈന്യത്തിൽ നിന്ന് യുദ്ധക്കളത്തിൽ എത്തുന്നതിന് തൊട്ടുമുമ്പ് തൻ്റെ കൂടെയുള്ള 300 കപടന്മാരെയും കൂട്ടി ഇയാൾ പിന്മാറി. ഇത് മുസ്ലിം സൈന്യത്തെ വലിയ പ്രതിസന്ധിയിലാക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ ആയിഷ റളിയല്ലാഹു അൻഹയ്ക്കെതിരെ മദീനയിൽ ഉണ്ടായ കള്ളപ്രചരണത്തിന് പിന്നിലെ പ്രധാന സൂത്രധാരൻ ഇയാളായിരുന്നു. ഇത്രയധികം ദ്രോഹങ്ങൾ ചെയ്തിട്ടും അബ്ദുല്ലാഹിബ്നു ഉബയ്യ് മരിച്ചപ്പോൾ പ്രവാചകൻ അയാളുടെ മകൻ്റെ അപേക്ഷപ്രകാരം സ്വന്തം കുപ്പായം കഫൻ ചെയ്യാൻ നൽകുകയും അയാൾക്ക് വേണ്ടി ജനാസ നിസ്കരിക്കുകയും ചെയ്തു. എന്നാൽ ഇതിനുശേഷം അള്ളാഹു ഖുർആനിലെ സൂറത്ത് തൗബയിലെ 84-ാം വചനം അവതരിപ്പിച്ചുകൊണ്ട് കപടവിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതും അവരുടെ ജനാസ നിസ്കരിക്കുന്നതും പൂർണ്ണമായി വിലക്കുകയാണുണ്ടായത്.